ഇന്ന ദിവസം 232. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ജെറമിയ അധ്യായം 9, എസെക്കിയേൽ അധ്യായം 39, സുഭാഷിതങ്ങൾ അധ്യായം 15, 1 മുതൽ 4 വരെ വാക്യങ്ങൾ. ജെറമിയ അധ്യായം 9. യൂദായുടെ അകൃത്യങ്ങൾ. എൻ്റെ ശിരസ്സ് ഒരു കണ്ണുനീർത്തടമാകും, എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപ്പകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണ് അവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്ത് ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഓരോരുത്തനും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനിലും വിശ്വാസമർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്, അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു, ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകി അവർ അനുതപിക്കുന്നുമില്ല. മർദ്ദനത്തിനുമേൽ മർദ്ദനവും വഞ്ചനയ്ക്കുമേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണ് ഇത് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ ചൂളയിലുരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്, അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെക്കുറിച്ച് വിലപിക്കുവിൻ, മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ. അവ ശൂന്യമായിരിക്കുന്നു, ആരും അതിലെ കടന്നു പോകുന്നില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ടുപോയിരിക്കുന്നു. ഞാൻ ജെറുസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും. യൂദായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയതെന്തിനാണ്? കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ നിയമം അവർ അവഗണിച്ചു. എൻ്റെ വാക്ക് അവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവൻ്റെ പുറകെ നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാൾ അവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വിലാപക്കാരികളെ വരുത്തുവിൻ, അതിൽ സമർത്ഥരായ സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ സിയോനിൽ നിന്ന് ഒരു വിലാപസ്വരം, നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാട് നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ, അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിനാലാണ് ഞാൻ ആസ്വദിക്കുന്നതെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത്, യൂദ, ഏദോം, അമോന്യർ, മൊവാബ്യർ, ചെന്നിവധിച്ച മരുഭൂവാസികൾ, ഇവരെല്ലാം അപരിച്ഛേദിതരാണ്.
ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്. എസെക്കിയേൽ അധ്യായം 39. ഗോഗിൻ്റെ പതനം. മനുഷ്യപുത്ര, ഗോഗിനെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: മേശക്കിൻ്റെയും തൂബാലിൻ്റെയും അധിപതിയായ ഗോഗേ, ഞാൻ നിനക്കെതിരാണ്. ഞാൻ നിന്നെ തിരിച്ച് വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ കൊണ്ടുവരും. നിന്റെ ഇടത്ത് കൈയിൽ നിന്ന് വില്ല് തെറിപ്പിച്ച് കളയും, വലത്ത് കൈയിൽ നിന്ന് അമ്പുകൾ താഴെ വീഴ്ത്തും. നീയും നിന്റെ സൈന്യവും നിന്നോടൊപ്പമുള്ള ജനതയും ഇസ്രായേൽ മലകളിൽ വീഴും. എല്ലാവിധ ഹിംസ്രപക്ഷികൾക്കും വന്യമൃഗങ്ങൾക്കും ഇരയായി നിന്നെ ഞാൻ കൊടുക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: നീ തുറസായ സ്ഥലത്ത് വീഴും. ഞാനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മാഗോഗിലും തീരദേശങ്ങളിൽ സുരക്ഷിതരായി വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ അഗ്നി വർഷിക്കും. ഞാനാണ് കർത്താവെന്ന് അവർ അറിയും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ എൻ്റെ പരിശുദ്ധനാമം ഞാൻ വെളിപ്പെടുത്തും. എൻ്റെ പരിശുദ്ധനാമം ഇനിയൊരിക്കലും അശുദ്ധമാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ കർത്താവ് എന്ന് ജനതകൾ അറിയും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഇതാ അത് വരുന്നു, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ദിനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ നഗരങ്ങളിൽ വസിക്കുന്നവർ പുറത്തു വന്ന് പരിച, കവചം, വില്ല്, അമ്പ്, ഗദ, കുന്തം എന്നീ ആയുധങ്ങൾ കൊണ്ട് 7 വർഷത്തേക്ക് തീ കത്തിക്കും. അവർക്ക് ഇനി വയലിൽ നിന്ന് വിറക് ശേഖരിക്കുകയോ വനങ്ങളിൽ നിന്ന് അവ വെട്ടിയെടുക്കുകയോ ചെയ്യേണ്ടതില്ല. എന്തെന്നാൽ അവർ ആയുധങ്ങൾ കൊണ്ട് തീ കത്തിക്കും. തങ്ങളെ കൊള്ള ചെയ്തവരെ അവർ കൊള്ളയടിക്കും, കവർച്ച ചെയ്തവരെ അവർ കവർച്ച ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ആ നാളിൽ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാനം ഞാൻ കൊടുക്കും. കടലിന് കിഴക്കുള്ള യാത്രക്കാരുടെ താഴ്വര തന്നെ. അത് യാത്രക്കാർക്ക് മാർഗതടസ്സമുണ്ടാക്കും. എന്തെന്നാൽ ഗോഗും അവൻ്റെ എല്ലാ ജനസമൂഹങ്ങളും അവിടെ സംസ്കരിക്കപ്പെടും. ഹാമോൺ ഗോഗ് താഴ്വര എന്ന് അത് വിളിക്കപ്പെടും. അവരെ സംസ്കരിച്ച് ദേശം ശുദ്ധീകരിക്കാൻ ഇസ്രായേൽ ഭവനത്തിന് 7 മാസം വേണ്ടിവരും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ദേശത്തെ എല്ലാ ജനവും കൂടി അവരെ സംസ്കരിക്കും. ഞാൻ എൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദിവസം അവർക്ക് അത് ബഹുമാനത്തിന് കാരണമാകും. ദേശമെല്ലാം നിരന്തരം ചുറ്റി നടന്ന് അവശേഷിക്കുന്നവരെ സംസ്കരിക്കാനും അങ്ങനെ സ്ഥലമെല്ലാം ശുദ്ധീകരിക്കാനും അവർ ആളുകളെ നിയമിക്കും. 7-ാം മാസം അവസാനം അവർ അന്വേഷണം നടത്തും. അവർ ദേശത്തിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആരുടെയെങ്കിലും അസ്ഥി കണ്ടാൽ അത് ഹാമോൺ ഗോഗിൻ്റെ താഴ്വരയിൽ സംസ്കരിക്കുന്നതുവരെ അതിൻ്റെ സമീപം ഒരടയാളം സ്ഥാപിക്കും. അവിടെയുള്ള പട്ടണം ഹമേന എന്ന പേരിൽ അറിയപ്പെടും. ഇപ്രകാരം അവർ ദേശം ശുദ്ധമാക്കും. മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: എല്ലാത്തരം പക്ഷികളോടും വയലിലെ മൃഗങ്ങളോടും പറയുക: ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന യാഗവിരുന്നിനായി എല്ലാ ഭാഗത്തു നിന്നും കൂട്ടമായി വരിക. ഇസ്രായേൽ മലകളിലെ ഏറ്റവും വലിയ യാഗവിരുന്നാണിത്. നിങ്ങൾ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യും. ഭൂമിയിലെ ശക്തന്മാരുടെ മാംസം നിങ്ങൾ ഭക്ഷിക്കും, പ്രഭുക്കന്മാരുടെ രക്തം കുടിക്കും. ബാഷാനിലെ തടിച്ചു കൊഴുത്ത കാളകൾ, മുട്ടാടുകൾ, ആടുകൾ, കോലാടുകൾ എന്നിവയുടെ രക്തം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യാഗവിരുന്നിൽ നിങ്ങൾ തൃപ്തരാവോളം മേധസ് ഭക്ഷിക്കുകയും മത്തുപിടിക്കുവോളം രക്തം കുടിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: പടയാളികളും ശക്തന്മാരും കുതിരകളും കുതിരപ്പടയാളികളുമടക്കം എല്ലാവരെയും എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് നിങ്ങൾ തൃപ്തരാകും. ഇസ്രായേലിന് രക്ഷ. ജനതകളുടെ ഇടയിൽ ഞാൻ എൻ്റെ മഹത്വം സ്ഥാപിക്കും. ഞാൻ നടപ്പാക്കിയ എൻ്റെ ന്യായവിധിയും അവരുടെ മേൽ പതിച്ച എൻ്റെ കരവും എല്ലാ ജനതകളും കാണും. തങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അന്നു മുതൽ ഇസ്രായേൽ ഭവനം അറിയും. ഇസ്രായേൽ ഭവനം തങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ മൂലമാണ് അടിമത്തത്തിൽ അകപ്പെട്ടതെന്ന് ജനതകൾ ഗ്രഹിക്കും. അവർ അവിശ്വസ്തമായി എന്നോട് പെരുമാറി. അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് മുഖം മറച്ച് അവരെ ശത്രുക്കളുടെ പിടിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരെല്ലാം വാൾനിരയായി തീർന്നു. അവരുടെ അശുദ്ധിക്കും അക്രമത്തിനും അനുസൃതമായി അവരോട് ഞാൻ പ്രവർത്തിച്ചു, അവരിൽ നിന്ന് മുഖം മറച്ചു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഞാൻ യാക്കോബിൻ്റെ ഭാഗധേയം പുനഃസ്ഥാപിക്കുകയും
ഇസ്രായേൽ ഭവനത്തോട് മുഴുവൻ കാരുണ്യം കാണിക്കുകയും ചെയ്യും. എൻ്റെ പരിശുദ്ധനാമത്തെ പ്രതി ഞാൻ അസൂയാലുവായിരിക്കും. ആരും ഭയപ്പെടുത്താനില്ലാതെ സ്വദേശത്ത് സുരക്ഷിതരായി വസിക്കുമ്പോൾ എന്നോട് കാണിച്ച അവിശ്വസ്തതയെക്കുറിച്ചുള്ള ലജ്ജ അവർ വിസ്മരിക്കും. ജനതകളുടെ ഇടയിൽ നിന്ന് ഞാൻ അവരെ തിരികെ കൊണ്ടുവരികയും ശത്രുരാജ്യങ്ങളിൽ നിന്ന് അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അങ്ങനെ അവരിലൂടെ അനേകം ജനതകളുടെ മുൻപിൽ എൻ്റെ വിശുദ്ധി ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാനാണ് തങ്ങളുടെ ദൈവമായ കർത്താവെന്ന് അവർ അറിയും. എന്തെന്നാൽ ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ പ്രവാസത്തിനയക്കുകയും അവരെ തുടർന്ന് സ്വദേശത്ത് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരിൽ ആരെയും ജനതകളുടെ ഇടയിൽ ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇസ്രായേൽ ഭവനത്തിൽ നിന്ന് ഞാൻ എൻ്റെ മുഖം ഇനിമേൽ മറക്കുകയില്ല. എന്തെന്നാൽ ഞാൻ എൻ്റെ ആത്മാവിനെ അതിന്മേൽ അയച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. സുഭാഷിതങ്ങൾ അദ്ധ്യായം 15 1 മുതൽ 4 വരെ വാക്യങ്ങൾ. സൗമ്യമായ മറുപടി ക്രോധം ശമിപ്പിക്കുന്നു. പരുഷമായ വാക്ക് കോപമിളക്കിവിടുന്നു. വിവേകിയുടെ നാവ് അറിവ് വിതറുന്നു. വിഡ്ഢിയുടെ അധരങ്ങൾ ഭോഷത്വം വർഷിക്കുന്നു. കർത്താവിൻ്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. സൗമ്യൻ്റെ വാക്ക് ജീവൻ്റെ വൃക്ഷമാണ്. വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു.